ഏഷ്യൻ ഗ്രീൻഹൗസ് സ്വാഗതം. നമ്മുടെ തെങ്ങിനും അതുപോലെ തന്നെ റബ്ബറിനൊക്കെ NPK വളങ്ങളിലെ ഫോളിയാർ വളങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മതി, മൈന്യൂട്ട് മതി. നമുക്ക് മൈക്രോ മിഷൻ വഴിയായിട്ടും അതുപോലെ തന്നെ മിസ്റ്റ് ബ്ലവർ വഴിയായിട്ടും ഈ തെങ്ങിനും അതുപോലെ തന്നെ റബ്ബറിനൊക്കെ മരുന്നടിച്ചു കൊടുക്കാൻ പറ്റും, വളം അടിച്ചു കൊടുക്കാൻ പറ്റും. അത് 2 പേർ തോളത്ത് വെക്കുന്ന മൈക്രോ മിഷൻ അത് വെച്ചായിട്ടും ഓടിച്ചാൽ ഒരു 90 അടി 100 അടി വെക്കുന്ന ഉയരത്തിൽ പോകും. ഡ്രോൺ വഴിയായിട്ടും റബ്ബറിന് ഈ വള്ളങ്ങൾ അടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 10 കിലോ വരെ ഡ്രോണ് ഈ ഭാരം വഹിക്കും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറച്ച് വളങ്ങൾ, ഈ ഫോളിയാർ വളങ്ങൾ ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. ഈ വളങ്ങൾ അടിക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഈ നോവ യൂറിയ ഉപയോഗിക്കുന്നുണ്ട്. നോവ യൂറിയ ഒരു യൂറിയയും അമോണിയം നൈട്രേറ്റോട് ചേർന്നാണ്. ഈ അമോണിയം നൈട്രേറ്റിൽ അതിൽ കുറച്ച് ഭാഗം യൂറിയ ഉണ്ട്. യൂറിയയിൽ NO3യും NH4 ആയിട്ട് മാറുന്നു. ഇത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും. അതുപോലെ തന്നെ അത് ഓക്സിഡൈസ് ചെയ്ത് വീണ്ടും NO3 ആയിട്ട് മാറുകയും നൈട്രേറ്റ് ഫോമിൽ 3 രീതിയിലുള്ള നൈട്രേറ്റ് ഫോമിൽ ചെടികൾ ഈ വളത്തെ പെട്ടെന്ന് വലിച്ചെടുക്കും. അത് വളരെ നല്ലതാണ്. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത്. തെങ്ങിനും അതുപോലെ തന്നെ റബ്ബറിനും എങ്ങനെ ആധുനിക രീതിയിൽ വളങ്ങൾ പ്രയോഗിക്കാം. അതായത് ഡ്രോൺസും അതുപോലെ തന്നെ മൈക്രോ മിഷനും അതുപോലെ മിസ്റ്റ് ബ്ലവറും വഴിയായിട്ട് മരുന്നടിക്കുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് ഒരു അപേക്ഷ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓളെന്നുള്ള ബെല്ലിൽ അമർത്തുകൂടി ചെയ്താൽ എല്ലാ കൃഷി സംബന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് വീഡിയോ ലഭിക്കുകയുള്ളൂ. നന്ദി. നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമ്മൾ തെങ്ങിന് പോളിയാർ സ്പ്രേ നടത്താനായിട്ടുള്ളൊരു പരിശ്രമമാണ്. ഇത് സോളുബർ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് കൂടുതലും ബോറോണാണുള്ളത്. വാട്ടർ സൊല്യൂബിൾ ബോറോണാണിത്. തെങ്ങിൻ്റെ മച്ചിങ്ങയൊക്കെ പരിഹരിക്കാനായിട്ട് വളരെ ഫലപ്രദമാണിത്. ഇതിപ്പം 20%. 1 ലിറ്റർ വെള്ളത്തിന് 1.5 ഗ്രാം മതിയാവും. വേറൊന്ന് നൈട്രജൻ ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ 3 രീതിയിലുള്ള നൈട്രജൻ അതുണ്ട്. അപ്പം ഇതിൻ്റെ 2 മില്ലി വീതം 1 ലിറ്റർ ചേർക്കുകയാണ്. പിന്നെ നാനോ DAP, ഇത് ഫോസ്ഫറസ് ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഇത് 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നത്. പിന്നെ ഇത് പറ്റി പിടിച്ചിരിക്കാനും സ്പ്രേ ചെയ്യുന്ന ലിറ്റർ സ്പ്രെഡ് ചെയ്ത് ഇലയിൽ മുഴുവൻ പിടിക്കാനുമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് 15 ലിറ്ററിന് ഇത് കൂട്ട് 5 മില്ലി ചേർക്കാൻ മതിയാവും. NPK ഉണ്ട്, സിങ്ക് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ബോറോൺ എല്ലാം കൂടിയ എല്ലാ മൈക്രോ ഫുഡും കൂടെ കൂടിയ ഒന്നാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിന് നമ്മൾ 2 മില്ലിയാണ് ചേർക്കുന്നത്. ഇങ്ങനെ 4 സാധനങ്ങളൊന്ന് ചേർത്ത് നമ്മൾ തെങ്ങിൻ്റെ ഓലയ്ക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. റബ്ബറിന് NPK ഫോളിയാർ വളങ്ങളും അതുപോലെ തന്നെ സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫോസ്ഫേറ്റ് വളങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഫോളിയാർ സ്പ്രേ ചെയ്താൽ റബ്ബറിന് രണ്ടാമത്തെ തളിർപ്പുണ്ടാകും. നല്ല വളർച്ചയും അതുപോലെ തന്നെ തേനീച്ചകൾക്ക് വീണ്ടും തേൻ ലഭിക്കുകയും ചെയ്യും. 2ാം തളിർപ്പുണ്ടാകുക. ഇതൊരു പരീക്ഷണത്തിൽ ചെയ്തതാണ്. 3 ഏക്കറിൽ ഈ ചെങ്ങളത്തെടുത്ത് ചെയ്തു കഴിഞ്ഞു. അന്ന് അവിടെ റബ്ബർ ബോർഡിൻ്റെ റീജിയണൽ ഡയറക്ടറായ ഡോക്ടർ ആൻസമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു വിജയമാണ്. ഇത് ഇങ്ങനെയൊരു തുടക്കം ഒരു വലിയൊരു കാൽവയ്പ്പാണ്. അതായത് വിജയകരമായ തുടക്കമാണിത്. റബ്ബറിൻ്റെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകും. ഇരട്ടി രീതിയിൽ പാലുൽപ്പാദനവും അതുപോലെ തന്നെ തേനീച്ചകൾക്ക് തേനും തേനീച്ച കർഷകർക്ക് വലിയ സന്തോഷവുമാണ്. ഇതൊരു വലിയ തുടക്കമാണ്. നന്ദി.